നമസ്കാരം. കാർത്തിക നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള കർമ്മങ്ങളും എന്തൊക്കെയാണ് അവരുടെ ജീവിത ഉയർച്ചയ്ക്ക് വേണ്ടി ചെയ്യേണ്ടതായിട്ടുള്ള അനുഷ്ഠാനങ്ങളും നമുക്ക് നോക്കാം. ഇപ്പൊ മേടം രാശിയിൽപ്പെട്ടവർക്ക് ഏഴര ശനിയിലൂടെ കടന്നു പോവാണ്. ഈ ഏഴര ശനി കാലഘട്ടത്തിലല്ല, അതിനുശേഷവും ഇനി ഉള്ള കാലം തൊട്ട് അങ്ങോട്ടും നമ്മൾ ഈ അനുഷ്ഠാനങ്ങളൊക്കെ തുടർന്നുകൊണ്ട് പോകുന്നത് നമ്മുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ നന്നായിരിക്കും. ജന്മനക്ഷത്ര ദേവത എന്ന് പറയുന്ന അഗ്നിയാണ്. ഓം അഗ്നയേ നമ എന്നാണ് കാർത്തിക നക്ഷത്രക്കാർ ജപിക്കേണ്ട മന്ത്രം. ഓം അഗ്നയേ നമ എന്ന മന്ത്രമാണ്. ഇതും ചൊല്ലി നിത്യവും ഭജിക്കാം. നിത്യപാരായണത്തിനായിട്ട് അഗ്നിദേവന്റെ ധ്യാന ശ്ലോകമുണ്ട്. ആ 108 നാമങ്ങൾ നിങ്ങൾ നിത്യവും ജപിക്കാം. നിത്യപാരായണത്തിന് അഗ്നിദേവന്റെ ധ്യാന ശ്ലോകം 108 നാമങ്ങളും നിങ്ങൾ പ്രാർത്ഥിക്കാം. നക്ഷത്രനാഥൻ എന്ന് പറയുന്നത് ആദിത്യനാണ്. ഈ നക്ഷത്രക്കാർക്ക് ആദിത്യനാണ്. അപ്പോൾ അവർ ചെയ്യേണ്ടത് ഓം ആദിത്യായ നമ എന്ന മന്ത്രം ഉരുക്കഴിക്കുക എല്ലാ ദിവസവും. മേടക്കൂറുകാര് സുബ്രഹ്മണ്യനെയും ഇടവക്കൂറുകാര് മഹാലക്ഷ്മിയാണ് ആരാധിക്കേണ്ടത്. മേടക്കൂറുകാരായ കാർത്തിക നക്ഷത്രക്കാര് മുരുകനെ ആരാധിക്കാം. ഇടവക്കൂറുകാര് മഹാലക്ഷ്മി ആരാധിക്കാം. ദശകൾ മാറി വരുന്നതനുസരിച്ച് നമ്മുടെ ദശാനാഥന്മാരായ ഗ്രഹത്തെയും അതിൻ്റെ മൂർത്തികളെ ഉപാസിക്കാം. മാത്രമല്ല അവരുടെ കുടുംബദേവതയും ഇഷ്ടദേവതയും പരദേവതയൊക്കെ ഉപാസിക്കാം. അഗ്നിദാനവും അഗ്നി അഷ്ടോത്തര ശതനാമാവലി നിങ്ങൾ ഒന്നുകിൽ ബുക്ക് വാങ്ങിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുകയോ അല്ലെങ്കിൽ അതിന് സമയം കണ്ടെത്തി വരികയോ ചെയ്താൽ അക്ഷരങ്ങൾ തെറ്റുകൂടാതെ എഴുതി പറഞ്ഞു തരാം. അപ്പോൾ ഈ അഗ്നിദേവന്റെ ധ്യാന ശ്ലോകം 108 ഒരു നിത്യവും ജപിക്കുന്നതും നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയുന്നതിന് നന്നായിരിക്കും.